നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മുടെ ചാനലിൽ വീഡിയോസ് വന്നിട്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഈ ഒരു ലീൻ പീരീഡിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും പല ആൾക്കാരും നമ്മുടെ വ്യൂവേഴ്സും ഒക്കെ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാവരോടും, നമ്മുടെ ചാനലിലെ എല്ലാവരോടും, വ്യൂവേഴ്സിനും എല്ലാവരോടും ഞാനൊരു വലിയ ബിഗ് താങ്ക് യു പറയുന്നു. അപ്പം നമുക്കിനി മുന്നോട്ട് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. എന്നാലും മുന്നോട്ട് വീക്ക്ലി വൺസ് എങ്കിലും ഓരോ വീഡിയോസ്, ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കയറ്റത്തിൽ അതോ ഒരു സ്ലോപ്പിൽ നമുക്ക് വാഹനം പുറകോട്ട് സ്കിഡ് ആവാതെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാഹനം ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഗിയർ ന്യൂട്രലാണ്. വാഹനം ഒരു സ്ലോപ്പിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് മാത്രം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ പോയിൻ്റിൽ ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ വാഹനം ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ ഈ പോയിൻ്റിൽ ഞാൻ ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തി ഹാൻഡ് ബ്രേക്ക് ഇപ്പോഴും എൻഗേജ്ഡ് ആണ്, ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ ഇടും. റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം ഇപ്പോഴും ഹാൻഡ് ബ്രേക്കിൽ തന്നെയാണ് വാഹനം. ഇനി ഞാൻ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തൊരു ഹാഫ് ക്ലച്ച് പോയിൻറ്റിൽ കൊണ്ടുവരും. ഹാഫ് ക്ലച്ച് ആവുമ്പോൾ നമ്മുടെ വാഹനത്തിലൊരു വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഹാഫ് ക്ലച്ച് പോയിൻറ്റിൽ കറക്റ്റ് അവിടെ തന്നെ ക്ലച്ച് പിടിച്ചുകൊണ്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുക്കും. നിങ്ങൾക്ക് കാണാം വാഹനത്തിൻ്റെ RPM ഇൻക്രീസ് ആവുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വാഹനം നമ്മുടെ പുറകോട്ടല്ല, നമുക്ക് റിവേഴ്സ്, അതായത് കയറ്റം നമുക്ക് കയറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഹാഫ് ക്ലച്ച് പോയിൻ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ കൊടുക്കുന്നത്. എന്നിട്ട് ഹാഫ് ക്ലച്ച് പോയിൻറ്റിൽ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യും. ഹാഫ് ക്ലച്ച് പോയിൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ക്ലച്ച് വിടുവാണെങ്കിൽ വാഹനം ഓഫാവും. അപ്പോൾ ആ ഹാഫ് ക്ലച്ച് പോയിൻ്റ് വെച്ചിട്ട് തന്നെ പയ്യെ ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യും ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം. അന്നേരം നിങ്ങളുടെ വാഹനം മുമ്പോട്ട് പോകാതെ ബാക്കിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഏത് സ്ലോപ്പായാലും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈസി ആയിട്ട് സ്ലോപ്പിൽ വാഹനം മുമ്പോട്ട് പോകാതെ എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.